ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയ്ക്ക് നാളെയാണ് തുടക്കമാവുന്നത്. രാത്രി 7 മണിക്ക് കൊൽക്കത്തയിലാണ്. കളി ഏത് ചാനലിലായിരിക്കും? ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വർഷത്തെ ആദ്യത്തെ T20 സീരീസ് ആണ്, അതും ഇംഗ്ലണ്ടിനെതിരെ. 5 T20 ആണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാൻ പോകുന്നത്. ആദ്യത്തെ T20 നാളെ രാത്രി 7 മണിക്ക് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിലാണ്. 5 T20യിലും സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. നാളത്തെ T20യിൽ സഞ്ജുവും അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യയുടെ ഓപ്പണേഴ്സ്. 3-ാം നമ്പറിൽ തിലക് വർമ്മയാണ് കളിക്കാൻ പോകുന്നത്. അതുപോലെ 4-ാം നമ്പറിൽ സൂര്യകുമാർ ബാറ്റ് ചെയ്യും. ഫിനിഷറായിട്ട് ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും ഉണ്ടായിരിക്കും. മികച്ച ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യക്ക്. കോച്ച് ഗംഭീറും ക്യാപ്റ്റൻ സൂര്യയും സഞ്ജുവിന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു T20യിൽ കത്തിക്കയറുകയാണ്. അവസാനത്തെ T20 സീരീസിൽ സഞ്ജുവിൻ്റെ സെഞ്ചുറി പോരാട്ടമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ നാളത്തെ മാച്ചിലും സഞ്ജു സെഞ്ചുറി അടിക്കാൻ സാധ്യതയുണ്ട്. നാളത്തെ കളി TV-യിൽ സ്റ്റാർ സ്പോർട്സ് എന്ന ചാനലിലാണ് ലൈവ് ഉള്ളത്. ഇംഗ്ലണ്ട് ചെറിയൊരു ടീമല്ല, അതുകൊണ്ട് ശരിക്ക് കളിച്ചില്ലെങ്കിൽ ഇന്ത്യക്ക് പണി കിട്ടുമെന്നത് ഉറപ്പാണ്. സൂര്യകുമാർ വലിയ പ്ലാനോട് കൂടിയാണ് പ്ലേയിങ് 11 തീരുമാനിച്ചിരിക്കുന്നത്. ബാറ്റിംഗിൽ ഇന്ത്യക്ക് പേടിക്കാൻ ഒന്നും തന്നെയില്ല, കാരണം അത്രയ്ക്കും ഫോമിൽ കളിക്കുന്ന താരങ്ങളാണ് പ്ലേയിങ് 11-ൽ. തിലക് വർമ്മയും സഞ്ജുവും മാത്രം മതി ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് ശക്തമാക്കാൻ. അപ്പോൾ നാളത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. സഞ്ജു, അഭിഷേക്, തിലക് വർമ്മ, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ, അക്ഷർ പട്ടേൽ, അർഷദീപ് സിംഗ്, ഷമി, വരുൺ ചക്രവർത്തി. ഷമിയെ T20 സ്ക്വാഡിൽ എടുത്തിരിക്കുകയാണ്. ഷമി ഒരുപാട് കാലമായി പരിക്കേറ്റ് നടക്കുകയായിരുന്നു. ഷമിയുടെ ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ടീമിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ ഇന്ത്യ കത്തിക്കയറുമെന്നത് ഉറപ്പാണ്. വിജയ സാധ്യത കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ്, കാരണം കളി നടക്കുന്നത് ഇന്ത്യയിലെ കൊൽക്കത്തയിലാണ്. നാളത്തെ മത്സരത്തിൽ അപ്പോൾ സഞ്ജു സെഞ്ചുറി അടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.